പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ 24.9.8 ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. പുതിയ വെർഷനിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഒന്ന് ആപ്പ് ഒപ്റ്റിമൈസേഷൻ, അതുപോലെ തന്നെ പെർമിഷൻ അപ്ഡേറ്റ്സ്, ഇത്തരത്തിലുള്ള 2 അപ്ഡേറ്റ്സുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പോഷൻ ട്രാക്കറിൻ്റെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനെയാണ് ആപ്പ് ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പോഷൻ ട്രാക്കറിൻ്റെ പെർമിഷൻസുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 അപ്ഡേറ്റ്സ് ആണ് പുതിയ വെർഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ കാണപ്പെടാവുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് പുതിയ വെർഷനിൽ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ നിലവിൽ കുറേ പേർക്ക് ഓട്ടോ അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. ഇനി അഥവാ ഓട്ടോ അപ്ഡേഷൻ വരാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കർ സെർച്ച് ചെയ്തിട്ട് ഇതേ രീതിയിൽ അപ്ഡേറ്റ് എന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ അപ്ഡേറ്റ് എന്ന് കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് ലോഗിൻ എന്നതിൻ്റെ താഴെയായിട്ട് വെർഷൻ എന്നതിൻ്റെ നേരെ 24.9.8 എന്ന പുതിയ വെർഷൻ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അഥവാ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ നമുക്ക് ഏറ്റവും താഴെ കാണുന്ന മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് വെർഷൻ എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ നേരെയും ഇതേ രീതിയിൽ 24.9.8 എന്ന പുതിയ വെർഷൻ നമ്പർ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം എല്ലാവരും ഉറപ്പുവരുത്തുക. പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പോഷൻ ട്രാക്കറിൻ്റെ പെർമിഷനുകളൊക്കെ അലൗ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് പോഷൻ ട്രാക്കറിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആപ്പ് പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ എലൗഡ് എന്നതിൻ്റെ താഴെ ക്യാമറ, ഫയൽസ് ആൻഡ് മീഡിയ, ലൊക്കേഷൻ, മൈക്രോഫോൺ തുടങ്ങിയിട്ടുള്ള പെർമിഷനുകളൊക്കെ കാണപ്പെടുന്നുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടു താഴെയായിട്ട് നോട്ട് എലൗഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് നോ പെർമിഷൻസ് ഡിനൈഡ് എന്ന് കാണപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നോ പെർമിഷൻ ഡിനൈഡ് എന്ന് കാണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പെർമിഷൻസും എലൗ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അഥവാ നോട്ട് എലൗഡ് എന്നതിൻ്റെ താഴെ ഇതേ രീതിയിൽ ഏതെങ്കിലും ഓപ്ഷനുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എലോ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഒരു പെർമിഷൻ എലോ ചെയ്യുന്നതിനായിട്ട് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന എലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബാക്ക് അടിച്ച് പുറകോട്ട് പോന്നാൽ ആ ഒരു ഓപ്ഷനും നമുക്ക് എലൗഡ് എന്നതിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ പോഷൻ ട്രാക്കറിലെ എല്ലാ മൊഡ്യൂളുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതിനും അതുപോലെ FRS ഡെയിലി ട്രാക്കിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തടസ്സമില്ലാതെ ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ക്യാമറ, ലൊക്കേഷൻ പെർമിഷനുകളൊക്കെ നമ്മൾ എലോ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം, പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമൊക്കെ ഇത്തരത്തിലുള്ള പെർമിഷനുകളൊക്കെ നമ്മൾ എലോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.